ഹലോ, ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അനിയന് മുടി വെട്ടാൻ വേണ്ടി പാർലറിൽ വന്നേക്കാം. അങ്ങനെ ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ ഈ മരുമാക്ക എന്നൊക്കെ പറയാം. എനിക്ക് മലയാളം അറിയത്തില്ലെന്ന്. സോ മലയാളം അറിയാമെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇത് തന്നിട്ടുണ്ട് വായിക്കാനായിട്ട്. സോ ഞാൻ വായിച്ചിട്ട് കേൾപ്പിക്കാൻ പോവാം. സോ അജു വർഗീസിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് പറയുന്നത്, നിങ്ങൾ എന്നെ നായകനാക്കി. പ്രജൻ. കമലയുടെ തിരക്കഥ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ അജു വർഗീസിന് മെസ്സേജ് അയച്ചു. നിനക്ക് നായകനാകാനുള്ള സമയമായി. തിരക്കഥ തയ്യാറായിട്ടുണ്ട്. മരിക്കാൻ നിൽക്കുന്ന രോഗിയുടെ അടുത്ത് സോറി സമയമായെന്ന് പറയുന്നത്. രഞ്ജിത്ത് ശങ്കർ. സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന അജു കണ്ണ് തിരുമ്മിക്കൊണ്ട് പല ആവർത്തി ആ വരികൾ വായിച്ചു. ചുമ്മാല്ല. നിനക്ക് നായകനാകാനുള്ള സമയമായി എന്ന വാചകത്തിൽ കണ്ണുടക്കി നിന്നു. സംവിധായകന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയുക എന്ന ലക്ഷ്യത്തോടെ തിരിച്ചു വിളിച്ചു. നായകനാകാൻ മാനസികമായി ഒരുങ്ങിയിട്ടില്ലാത്ത അജു ആദ്യം ചോദിച്ചത്, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ എന്നെ നായകനാക്കാൻ തീരുമാനിച്ചത് എന്നായിരുന്നു. ഇത്രയും പോരെ? കണ്ട, എനിക്ക് മലയാളമൊക്കെ വായിക്കാൻ അറിയാട്ടോ.